വീഴും, വീണ്ടും വീണ്ടും വീഴും. പക്ഷേ എഴുന്നേൽക്കാനുള്ള പരിശ്രമം ചെയ്യുന്നവനാരോ? അതുകൊണ്ടാണ് നെൽസൺ മണ്ടേല പറയും, നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പാപിയാണ് വിശുദ്ധൻ. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ആരാ? നിരന്തരം എഴുന്നേൽക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാപിയാ. വീഴുമെന്നുള്ളത് നിശ്ചയമാണ്, പക്ഷേ എൻ്റെ പ്രകാശത്തിലേക്ക് ഞാൻ എഴുന്നേൽക്കും, അതിനുള്ള പരിശ്രമം നടത്തുന്നവനാ. അവൻ്റെ ദീപം എൻ്റെ തലയ്ക്ക് മീതെ പ്രകാശിക്കണം. ദാവീദ് പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഏതൊക്കെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായാലും ദൈവഭക്തനായ ഞാൻ തളർന്നു പോകുകയില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ടാണല്ലോ വേദപുസ്തകത്തിൽ ദൈവത്തിന് പേരിട്ട ഒരു അടിമ പെൺകുട്ടിയുണ്ട്. അവളുടെ പേര് ഹാഗാർ എന്ന. നമ്മൾ പലപ്പോഴും പരിശോധനകൾ വരുമ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യാറുണ്ട്. ഹാഗാറും ജീവിതത്തിൽ വലിയ പരിശോധനയുണ്ടായി ഓടിപ്പോവുകയാണ്. ഹാഗാറിന് മുൻപാകെ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് മരുഭൂമിയിൽ അവളോട് പറഞ്ഞ വാചകം എന്താണെന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? സൂക്ഷ്മമായി പരിശോധിക്കണം. വേദപുസ്തകം പറയുന്നു, ഹാഗാറിന് മുൻപിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, നിന്നെ പീഡിപ്പിച്ച സാറായുടെ അടുക്കിലേക്ക് തന്നെ നീ മടങ്ങി പോകാം. ഇതെന്തൊരു ദൈവമാ! പീഡനം സഹിക്കുവയ്യാതെ ഓടിപ്പോകുന്ന ഹാഗാറിനോട് ദൈവം പറയുകയാണ്, നീ തിരികെ നിന്നെ പീഡിപ്പിച്ചവളായ സാറായുടെ അടുക്കിലേക്ക് തന്നെ പോകാം. എന്താ ദൈവത്തിൻ്റെ ഉദ്ദേശം? ദൈവം അവളോട് പറഞ്ഞു, നീ ഒരു മകനെ പ്രസവിക്കും, അവന് ഇസ്മായിൽ എന്ന് പേരിടണം. അവൻ കാട്ടുകലയെ പോലെ ശീഘ്രകാമിയായിരിക്കും. എന്താ അതിൻ്റെ പ്രത്യേകത? അവൻ ആർക്കും വഴങ്ങാത്തവനായിരിക്കും. നീ ഇത്ര നാൾ അടിമയായിരുന്നുവെങ്കിൽ നിന്റെ പുത്രനിലൂടെ ഒരു വലിയ ജനതയ്ക്ക് നീ രൂപം കൊടുക്കും. എങ്ങനെയുള്ള ജനത? അടിമത്തം ഒഴിവാക്കി സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു ജനതയുടെ മാതാവെന്ന് അറിയപ്പെടുകയാണ് നിന്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം. ഹാഗാറിൻ്റെ തലയ്ക്ക് മീതെ ഒരു ദീപം പ്രകാശിച്ചു. അവൾ എവിടേക്ക് പോയി? തന്നെ പീഡിപ്പിച്ചവളുടെ അടുക്കിലേക്ക് പോയി. അതുകൊണ്ട് വേദപുസ്തകം അവളുടെ ജീവിതം സംഗ്രഹിക്കുന്ന എങ്ങനെയാണ്? അവൾ സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു ജനതയ്ക്ക് മാതാവായി തീർന്നു. അതുകൊണ്ട് ഒന്നാമത് ഇയ്യോബ് നമ്മളോട് പറയുകയാണ്, ജീവിതത്തിൽ തളർന്നു പോകാതിരിക്കണമെങ്കിൽ അവൻ്റെ ദീപം നമ്മുടെ തലയ്ക്ക് മീതെ പ്രകാശിക്കണം. എൻ്റെ ഏത് കൂരിരുട്ടിനെയും പ്രകാശിപ്പിക്കുന്ന ദൈവീക വെളിച്ചം എൻ്റെ വഴികളെ പ്രകാശിപ്പിക്കുവാൻ എന്നോട് കൂടെ ഉണ്ടാകണം. ആ പ്രകാശത്തിലേക്ക് ഞാൻ ചരിക്കണം. 2, എൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം എന്നെ കാത്തുപോകുന്ന നാളിലെ പോലെ ഞാൻ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യതയുണ്ട്. എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യതയുണ്ട്. കോട്ടയത്തിൻ്റെ മെത്രാപ്പൊലീത്തയായിരുന്ന ഈവാനൂസ് തിരുമേനി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഇന്ന് കർത്താവിൻ്റെ ജോലി ഗൂർഖയുടെ ജോലിയാണ്. എന്താ? നമ്മളൊക്കെ വീട് വെക്കും, വീടിൻ്റെ കട്ടളയുടെ പുറത്ത് ഒരു കർത്താവിൻ്റെ ഫോട്ടോയും വെക്കും, ഇല്ലേ? മിക്കവാറും ഒരു വടിയും പിടിച്ചിരിക്കുന്ന ഇടയൻ്റെ തിരുമേനി പറയുക, കർത്താവിൻ്റെ ജോലി ഗൂർഖയുടെ ജോലി. എന്താ പറയുന്നത്? സാത്താനോട് പറയും, അവിടെ നിന്നോണം. അകത്തോട്ട് നമ്മൾ കർത്താവിനോടും പറയുന്നത് തന്നെയാണ്, നീ അവിടെ നിന്നോണം. നിന്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യതയുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഇയ്യോബ് നമ്മളോട് പറയുക, കൂടാരം എന്നതിന് അതിൻ്റെ ഭാഷാന്തരങ്ങളൊക്കെ പരിശോധിച്ചാൽ എൻ്റെ ബന്ധു, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ബന്ധങ്ങളൊക്കെയും ഈ കൂടാരത്തിന് ഉൾപ്പെട്ടതാ. ദൈവത്തിൽ നിന്ന് സഹിത്വം നഷ്ടപ്പെട്ടു പോയ ആദ്യ മാതാപിതാക്കളെ പറ്റി വേദപുസ്തകം പറയുന്നു. മനുഷ്യജാതിക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയ കുഴപ്പം അത് തന്നെയാണ്, ദൈവത്തോടുള്ള സഹിത്വം നഷ്ടമായി പോയി. എന്നാൽ മരത്തിന് മുകളിൽ കയറി ദൈവത്തോട് ചങ്ങാത്തം സൃഷ്ടിച്ച ഒരു മനുഷ്യനെ പറ്റിയും വേദപുസ്തകം പറയുന്നത്, പിതാക്കന്മാർ വായിക്കാൻ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു കൂദാശയിലാണ്. ഏത് കൂദാശയിലാണെന്ന് പറയാവോ? സക്കായി എന്ന പൊക്കം കുറഞ്ഞൊരു മനുഷ്യൻ കർത്താവിനെ കാണണമെന്ന ആഗ്രഹത്തോടു കൂടി ഒരു കാട്ടത്തിയിൽ കയറി. അതിലെയായിരുന്നു യേശുവിന് പോകേണ്ടിയിരുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി, സക്കായി നീ വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അദ്ദേഹത്തെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. ഇതെപ്പോൾ വായിക്കുന്നതാ? മാസ്ക് വെച്ചിരിക്കുന്ന ആരോ വീട് കൂദാശയ്ക്ക് ഒരാളേലും പറഞ്ഞു, ഇതെന്തിനാ പിതാക്കന്മാരവിടെ ക്രമീകരിച്ചതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഭയങ്കരന്മാരാ. അവിടെ വായിക്കുന്നുണ്ട്, ക്രിസ്തുവിനെ കിട്ടിയപ്പം സക്കാട് ജീവിതത്തിലുണ്ടായ മാറ്റമാണ്
ദൈവം ആഗ്രഹിക്കുന്നത്. സക്കായിയോട് ക്രിസ്തു പറയുക, ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. മാതാപിതാക്കൾ നഷ്ടപ്പെടുത്തിയ സഹിത്വം മരത്തിന് മുകളിൽ കയറി, ആ മരം സഭയാണെന്ന് പറയാം, സഭയുടെ ഉള്ളിൽ കയറി ക്രിസ്തുവിനെ കണ്ടെത്തി സ്വീകരിച്ചു. തൻ്റെ കൂടാരത്തിലേക്ക് ദൈവസഹിത്വം കൊണ്ടുവന്നിട്ട് സക്കായി ദൈവത്തിൻ്റെ മുൻപാകെ നിന്നിട്ട് പറയുക, ഇതാ എനിക്കുള്ളതിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഏതോ ഒരു മനുഷ്യനെന്തെങ്കിലും ഞാൻ അപഹരിച്ചിട്ടുള്ളത് 1/4 വീതം തിരിച്ച് കൊടുക്കുകയും ചെയ്യും. പലപ്പോഴും നിങ്ങൾ ഏതെങ്കിലും കേൾക്കാത്തതിൻ്റെ കാരണം ഇതുതന്നെയാണ്. കർത്താവിനെ കണ്ടാൽ എന്താ കുഴപ്പം? നഷ്ടമാണ്. പണ്ട് ഒസ്താദിയോസ് തിരുമേനി ഒരു പള്ളി വരുന്നെന്ന് കണ്ടുകൊണ്ട് അടുത്തുള്ള മർത്തോമാക്കാരൻ പറഞ്ഞു, എടി പള്ളിയിൽ പോകുന്നത് കൊള്ളാം, കയ്യേന്ന് വളയും മാലയൊക്കെ ഊരി വെച്ചിട്ട് കാരണം അങ്ങേരെ ഒരാളെ ഇളക്കിയ ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെയും ചൂഷണം ചെയ്തെടുക്കുമെന്ന് പറഞ്ഞു. ദൈവം വന്നാൽ പലതും നമ്മൾ അറിയാതെ ഊരിക്കൊടുക്കും. നമുക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയൊരു കുഴപ്പം ഇന്നത്തെ കാലത്ത് സഭാജീവിതത്തിലും, ചാരിറ്റി കൊടുത്ത് വിശുദ്ധരാകാൻ നമ്മളങ്ങ് ശ്രമിച്ചു പോയി. കൊടുത്ത് വിശുദ്ധരാകണം. നമ്മുടെ ധാരണ ഏതാ? അബ്കാരിയും കൊടുക്കും, കള്ള് കച്ചവടക്കാരനും കൊടുക്കും, സ്വർണ്ണക്കടത്തുകാരനും കൊടുക്കും, എല്ലാവനും കൊടുക്കുമ്പോൾ ഞങ്ങളെല്ലാം 2 കൈ നീട്ടി. ഈയിടെ ഞങ്ങളുടെ ഭദ്രാസനത്തിൽ ഒരുത്തൻ കൊടുത്തിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഒന്ന് മാത്രം ഓർത്താൽ മതി, തരുന്ന ഞങ്ങളുടെ കൈ മേളിലും മേടിക്കുന്ന അച്ഛൻ്റെ കൈ എപ്പോഴും താഴെയാണ്. പലപ്പോഴും കൊടുത്തിട്ട് ഈ ഒരു ധാരണ ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. പക്ഷെ ഒന്നോർത്തണം, കൊടുക്കാനായി നിന്റെ കൈ ഉയർത്തിപ്പിച്ച ദൈവം നിനക്കും ഇതേ ഉണ്ടെന്നുള്ള തോന്നൽ ഉണ്ടായാൽ മതി. അതുകൊണ്ട് കൊടുത്ത് വിശുദ്ധനാകാനല്ല സഭ പഠിപ്പിക്കുന്നത്. നിന്റെ ഹൃദയം വിശുദ്ധമാകുമ്പം നീ അറിയാതെ നിനക്ക് കൊടുക്കാനായി നിന്റെ കൈ ഉയരും. പോകട്ടെ, കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടാകണം. അതിനാദ്യം നിന്റെ ദൈവബന്ധം എങ്ങനെയാണെന്നുള്ളത് ചിന്തിക്കണം. പലപ്പോഴും വിവാഹ കൂദാശയിൽ ഭാര്യാഭർത്താക്കന്മാരെ പറഞ്ഞ് ചേർപ്പിക്കുന്ന ഒരു വാചകമുണ്ട്, ക്രിസ്തുവിൽ പരസ്പരം നിങ്ങളെ ബന്ധിക്കുന്നു. ക്ഷമ, സ്നേഹം. ആ സ്നേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അൺകണ്ടീഷണൽ ലവ്. വ്യവസ്ഥകളില്ലാതെ നിങ്ങൾ സ്നേഹിക്കണം. നമ്മൾ പലപ്പോഴും വ്യവസ്ഥയ്ക്ക് അടിമപ്പെട്ട് പോയത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പലതിലും തെറ്റാരോപിക്കുന്നത്. നിങ്ങൾ കല്യാണത്തിന് വന്ന് നിൽക്കുമ്പം പറയും, നിൻ്റെ ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എല്ലാ അവസ്ഥയിലും ഞാൻ കൂട്ടാളിയായിരിക്കും. പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും താളപ്പിഴകളുണ്ടാകുമ്പം പരസ്പരം കുറ്റം ആരോപിക്കാൻ തുടങ്ങും. ഞാൻ കല്യാണം കഴിച്ച ഒരു അച്ഛനല്ല, അതുകൊണ്ട് പറയാൻ എനിക്ക് നല്ല ധൈര്യമാണ്. കല്യാണം കഴിച്ച ഒരുപാട് പേര് എൻ്റെ മുമ്പ് ഇരിപ്പുണ്ടല്ലോ, എന്നെ കേൾക്കുന്നുണ്ടല്ലോ. എവിടെയാണ് നമ്മുടെ പ്രതിസന്ധി? എന്താ നമ്മളെടുത്ത തീരുമാനം? എന്താ നമ്മളെടുത്ത പ്രതിജ്ഞ? സഭയാം തിരുസഭയാം എന്ന ഗീതത്തിൽ ചൊല്ലുന്നുണ്ട്, മണവാട്ടി മണവാളൻ്റെ പിന്നാലെ ഒരു യാത്ര പുറപ്പെടുകയാണ്. അവിടെ താടനം, പ്രതിസന്ധികൾ, അടി, തല്ല് ഇതെല്ലാം നേരിടുമ്പോണ്ട്. പക്ഷേ മണവാട്ടി മണവാളനെ കുറ്റമാരോപിക്കാതെ പിന്നാലെ പോകുകയാണ്. ഈ യാത്രയാണ് സഭ നടത്തിയ ഈ യാത്ര. മണവാളുടെ പിന്നാലെ പുറപ്പെടുവാൻ വിവാഹ ജീവിതത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക് ആക്കി വെക്കുമെന്ന് നിങ്ങളോടും പറയുന്നത്. പക്ഷേ പലപ്പോഴും എന്തിലെങ്കിലും ഒരു കുറവ് സംഭവിച്ചാൽ നമ്മുടെ ജീവിത പങ്കാളിയെ ആക്രമിക്കുവാനുള്ള ശ്രമം എവിടെ നടത്തുന്നുവോ ആ കുടുംബജീവിതം പരാജയപ്പെട്ട ജീവിതമാണ്. പണ്ടൊരു വലിയ കണക്ക് സാറുണ്ടായിരുന്നു, പിള്ളേർക്കൊക്കെ വലിയ പേടി സ്വപ്നമാണ്. ആ സാറ് ചൂരൽ കാണിക്കുമ്പോൾ തന്നെ പിള്ളേരാകെപ്പാടെ വിറച്ചു പോകും. അങ്ങനെ ആ കണക്ക് സാറിൻ്റെ കല്യാണം വന്നു. ഇതെൻ്റെ കഥയല്ല, മറ്റൊരച്ഛൻ പറഞ്ഞ കഥയാണ്. ആ കണക്ക് സാറിൻ്റെ കല്യാണം വന്നു. താലിയെടുത്ത് കയ്യിലോട്ട് കൊടുത്തപ്പം കണക്ക് സാറിൻ്റെ കൈ ആലില പോലെ വിറയ്ക്കാൻ തുടങ്ങി. അച്ഛൻ ഇത് നോട്ട് ചെയ്തു. പുറത്തോട്ടിറങ്ങി വീഡിയോക്കാരൊക്കെ പെങ്കൊച്ചിൻ്റെ ഫോട്ടോ എടുക്കാൻ പോയപ്പം കണക്ക് സാറിനെ ഇങ്ങ് വിളിച്ചിട്ട് അച്ഛൻ ചോദിച്ചു, എടാ നീ വലിയ ആളെ പേടിപ്പിക്കുന്ന കണക്ക് സാറായിട്ടും താലി എടുത്ത് കയ്യിലോട്ട് തന്നപ്പം നിൻ്റെ കൈ ആലില പോലെ വിറയ്ക്കുന്നത് കണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവൻ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുകൊണ്ട് അവൻ പറഞ്ഞു, അച്ഛാ അത് ഭയന്നിട്ടല്ല, പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവശ്യിച്ചതാണെന്ന് പറഞ്ഞു. ചിരിക്കേണ്ട ബിരുദന്മാർ പലപ്പോഴും താലി എടുത്തപ്പം കൈ വിറച്ചിട്ടുണ്ട്. കാരണം എന്താ? ജീവിതത്തിൽ ഈ ഭയമാ. എവിടെയാണ് എനിക്ക് നേരെ ആരോപണം ഉന്നയിക്കുന്നത്? നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു തെറ്റാണെന്ന് പറയാൻ സമ്മതിച്ചു കൊടുക്കാറില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ
ഒരു പ്രതിസന്ധിയാണ് സംഗതി. അവൻ്റെ ടീഷർട്ടിൽ ഒരു വാചകം എഴുതിയിട്ടുണ്ട്, ഫ്രോസൺ. സത്യമാണ്. മരവിച്ച ഒരു തലമുറ, ബന്ധങ്ങളോ മൂല്യങ്ങളോ ഇല്ലാതെ. നിങ്ങളൊന്ന് പരിശോധിച്ചാൽ അറിയാം, ഇപ്പോഴിറങ്ങുന്ന സിനിമകളും പരസ്യങ്ങളും വണ്ടികളുടെ പേരും ഒക്കെ ഒന്ന് ചോദിച്ചാൽ അറിയാം, ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻ തരുന്നത് മാത്രമാണ്. കാരണം അതിനൊരു പ്രത്യേക അട്രാക്ഷനാണ്. ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ബുള്ളറ്റിൽ എഴുതി, ആരും ഒരിക്കലും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഒരു ഭ്രാന്തനെ പോലെ. ഒരു ചെറുപ്പക്കാരൻ എഴുതിയതാ, ആരും ഒരിക്കലും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഒരു ഭ്രാന്തനെ പോലെ. ഈ ഭ്രാന്തന്മാരെ ചുമക്കാനുള്ള ബാധ്യത സഭയ്ക്കുണ്ടാകാതിരിക്കണമെങ്കിൽ ഇന്നുള്ള മാതാപിതാക്കന്മാരോട് എനിക്കൊരു വാചകം പറയാനുണ്ട്. മക്കളില്ലാത്തത് കൊണ്ട് ധൈര്യസമേതം ഞാൻ പറയാം, നിങ്ങളുടെ മക്കളെ ദൈവസന്നിധി നിങ്ങൾ കുമ്പിടാൻ പഠിപ്പിച്ചില്ല എങ്കിൽ നിങ്ങളുടെ മക്കളുടെ മുമ്പാകെ നിങ്ങൾ കുമ്പിടേണ്ടതായിട്ട് വരും. കൊറോണ വന്നതുകൊണ്ട് ഒരു ഗുണം കിട്ടി, പള്ളിയിൽ പോകണ്ട അല്ലേ. ഞാൻ എൻ്റെ പള്ളി സൺഡേ സ്കൂളിൻ്റെ മീറ്റിംഗ് വിളിച്ചു. അപ്പോൾ കുറേ പേരൊക്കെ വരാൻ ആകപ്പാടെ പ്രയാസപ്പെട്ടു. എന്നാലും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി മാത്രം സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കന്മാരും. എന്നിട്ട് ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, അപ്പന്മാരും മിണ്ടരുത്. കുഞ്ഞുങ്ങളോട് ചോദിച്ചു, ഈ ഒരു വർഷത്തിൽ നിങ്ങൾ ടൂർ പോയവർ എത്ര പേരുണ്ട്? കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരല്ലേ, അവർ കൈപൊക്കി. അപ്പനും അമ്മയും ഇരുന്ന് ചൂളി. പള്ളിയിലോട്ട് വരാൻ പറയുമ്പോൾ എന്താ കുഴപ്പം? അടുത്തിടെ ഞങ്ങളുടെ ഭദ്രാസനത്തിലൊരു ബിരുദൻ ശമ്പളവിഹിതം അടയ്ക്കാനായിട്ട് അച്ഛൻ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടപ്പം തിരിച്ചവൻ പറഞ്ഞു, അച്ഛാ ഞങ്ങളിപ്പോൾ യൂട്യൂബിലാണ് കുർബാന കാണുന്നത്, അതുകൊണ്ട് എന്തിനാണ് ശമ്പളവിഹിതം അടയ്ക്കുന്നത്? ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അന്നേരം ചോദിക്കണ്ടേ, നീ മരിച്ചു പോയാൽ നിന്നെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതിയോ അതോ പള്ളി കൊണ്ടുവന്ന് അടക്കണമെന്ന് ചോദിച്ചു. എന്നെ ഒന്ന് തൊഴിച്ചിടാനെങ്കിലും, ദേഷ്യം കൊണ്ടെങ്കിലും ഒരുത്തും തൊഴിച്ചിട്ടിരുന്നെങ്കിൽ ഞാൻ എവിടെ പോയേനെ? ഈ കുളത്തിൽ വീണേനെ. പക്ഷെ അങ്ങനെ പോലും ഒരു സുഹൃത്തില്ല. 3 വിധത്തിലുള്ള ആശ്രയങ്ങളുണ്ട്. 1 സ്വയാശ്രയം, എന്നിലുള്ള ആശ്രയം. 2 പരാശ്രയം, ജീവിത പങ്കാളി, മക്കൾ ഒക്കെ. പക്ഷെ ഇതിനൊക്കെ എന്തുണ്ട്? ലിമിറ്റേഷനുണ്ട്. 3ാമതൊരു ആശ്രയമുണ്ട്. എന്താ? പരമാശ്രയം, എൻ്റെ ദൈവത്തിലുള്ള ആശ്രയം. ആരാണ് വിശുദ്ധൻ? ഹു മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻറ്റ് ആൻഡ് ജെന്യുവിൻ റിലേഷൻ വിത്ത് ഗോഡ്. ദൈവവുമായിട്ട് അറ്റുപോകാത്ത ബന്ധം, സഹിത്വം കാത്തു സൂക്ഷിക്കുന്നവനാണ് വിശുദ്ധൻ. യോബ് പറയുന്നു, എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഹിത്വം ഉണ്ടാകണം. 3ാമത് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അന്ന് തനിക്ക് മഹത്വം ഉണ്ടായിരുന്നു. അന്ന് തനിക്ക് മഹത്വമുണ്ടായിരുന്നു. വെണ്ണ കൊണ്ട് ഞാൻ എൻ്റെ കാലുകളെ കഴുകി, പാറ എനിക്ക് തൈലനദികളെ ഒഴുക്കി തന്നു. ഇന്ന് മനുഷ്യരൊക്കെയും മാനം നേടിയെടുക്കാൻ നെട്ടോട്ടമോടുന്നൊരു കാലമാണ്. സഭയിലും ഒട്ടും കുറവല്ല. ഒന്നെങ്കിൽ ഒരു മാനേജിംഗ് കമ്മിറ്റി അംഗം ആകണം, കൗൺസിൽ മെമ്പർ ആകണം, അല്ലെങ്കിൽ ബാലിക സമാജത്തിൻ്റെ പ്രസിഡൻ്റെങ്കിലും ആകണം. എന്തെങ്കിലും ഒരു സ്ഥാനമില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയത്തില്ല. അടുത്തിടെ എന്നോടൊരു മാനേജിംഗ് കമ്മിറ്റി അംഗം വന്നിട്ട് പറഞ്ഞു, പ്രോട്ടോക്കോൾ വെച്ച് നോക്കിയാൽ അച്ഛനേക്കാൾ വലിയ ആൾ ആരാണ്? ഇവിടെ ആരെങ്കിലും മാനേജിംഗ് കമ്മിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഏതായാലും ഈ പരിപാടിക്കൊന്നും പോകുന്നില്ലാത്തത് കൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറയും, എവിടെയെങ്കിലും ഞാൻ ആളാകണമെന്ന ആഗ്രഹം വച്ച് പുലർത്തുന്ന ഒരു സമൂഹം. അതുകൊണ്ടാണല്ലോ ഇപ്പം എല്ലാം ഈ ഓൺലൈൻ വഴിയും ഫേസ്ബുക്ക് വഴിയും വരാൻ തുടങ്ങിയപ്പം എല്ലാവരും പരസ്യവാചകം കൊടുക്കാൻ തുടങ്ങി. അച്ഛന്മാർ പോലും തുടങ്ങി. എന്താ? അനുഗ്രഹീതമായ പ്രമിയോൻ സദ്ര, അനുഗ്രഹീതമായ ഹൂത്തോമോ, കിടിലൻ പ്രസംഗം. അങ്ങനെ ഒരു പ്രസംഗമുണ്ടോ? എല്ലാം പരസ്യവാചകങ്ങളിലൂടെ സ്വന്തം മഹത്വം. ആരെ മഹത്വപ്പെടുത്താൻ മറന്നുപോയി. അതാ മാലഹമാരുടെ സ്തുതിപ്പിൽ ഒടുവിച്ചൊല്ലുന്നത്, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, മഹത്വം നിനക്ക്. ഞാൻ ഏഴയും പാപിയുമായ മനുഷ്യനാ, എൻ്റെ കടമ അക്കൗണ്ട്. ദൈവത്തിന് വേണ്ടി ഞാൻ വൻകാര്യം ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് ദൈവം എന്നെ ഉപയോഗിക്കുന്നൊരു അവൻ്റെ പാത്രമായി തീരുവാൻ എന്നെ ഉപയോഗപ്പെടുത്തണമെന്നുള്ളതാകണം നമ്മുടെ പ്രാർത്ഥന. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞാൻ ആയിത്തീരണം. പക്ഷേ നമുക്ക് നമ്മുടെ മഹത്വം വർദ്ധിപ്പിക്കുവാനുള്ള മേഖലയായി ആത്മീയ ജീവിതവും മാറിയിരിക്കുക. ഇതുതന്നെയാണല്ലോ സാത്താനും 3ാമത് വന്ന് പറയുന്നത്, നീ എന്നെ ഒന്ന് വന്ദിച്ചാൽ ഈ കാണുന്നതൊക്കെയും തരാം, ഈ കാണുന്നതൊക്കെയും നിനക്ക് ഞാൻ തരാം. ഈ മഹത്വത്തോടുള്ള ആഗ്രഹം. ഇൻ ദ സിറ്റി ഗേറ്റ്സ് ജോബ് വാസ് ആൻ അക്നോളജ്ഡ് ലീഡർ എന്നാണ് പറയുന്നത്. അവൻ എല്ലാവരെയും ഉപദേശിച്ചിരുന്നൊരു മനുഷ്യനാണ്. പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഇത് വന്നപ്പം, അതുകൊണ്ടാണ് അതിൻ്റെ 4ാമത്തെ അധ്യായത്തിൽ കുറച്ച് വാചകങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. നീ പലരെയും ഉപദേശിച്ചു,
തളർന്ന കൈകളെ ശക്തീകരിക്കുന്നു. വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി. കുഴയുന്ന മുഴങ്കാലുകൾ നീ ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നിനക്കിത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു. നിനക്കിത് തട്ടിയിട്ട് നീ ഭ്രമിച്ച് പോകുന്നു. പ്രസംഗിക്കാൻ എനിക്ക് എളുപ്പമാണ്, കേട്ടോണ്ടിരിക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. പക്ഷേ ഇത് പ്രാവർത്തികമാക്കുന്ന ഒരു മനുഷ്യനാണ് യഥാർത്ഥ ദൈവാന്വേഷി. ഒരു ശിഷ്യൻ സന്യാസിയായ ഗുരുവിൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് സന്യാസം അഭ്യസിക്കണം, ദൈവത്തെ പൂർണ്ണമായിട്ട് അറിയണം. വൃദ്ധനായ സന്യാസി ശ്രേഷ്ഠൻ പറഞ്ഞു, എളുപ്പമെന്നത് സാധ്യമാകത്തില്ല. അനേക നാളത്തെ തപസ് നീ അനുഷ്ഠിക്കണം, എങ്കിൽ മാത്രമേ നിനക്ക് സാധ്യമാകത്തുള്ളൂ. അവൻ സന്യാസിയോട് പിണങ്ങിപ്പോയി. 10-20 വർഷം കഴിഞ്ഞിട്ട് അവൻ തിരികെ ഈ ഗുരുവിൻ്റെ അടുക്ക് വന്നു. എന്നിട്ട് തെല്ലഹങ്കാരത്തോട് കൂടി ഗുരുവിനോട് പറഞ്ഞു, ഞാൻ 20 വർഷം തപസ് അനുഷ്ഠിക്കുകയായിരുന്നു. ഗുരു ചോദിച്ചു, നിനക്ക് എന്ത് കിട്ടിയെന്നിട്ട്? അവൻ പറഞ്ഞു, ഇപ്പോൾ ഈ നദിക്കപ്പുറേ ഇപ്പുറേ നടക്കാൻ എനിക്ക് സാധിക്കും. ഗുരു അവനെ പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വെറും 50 പൈസ കൊടുത്താൽ ഒരു കടത്തുകാരൻ സാധ്യമാക്കി തരുന്ന ഒരു കാര്യമാണോ 20 വർഷം കൊണ്ട് നീ നേടിയെടുത്തത്? നമ്മളെങ്ങനെയാ ഈ 50 നോമ്പൊന്ന് ഇറച്ചിയും മീനും കഴിക്കുക? ഇൻഫന്റ് ബേബി ഇൻ ടു ദ പെരില്ലസ് വാട്ടേഴ്സ് ഓഫ് ദി ഹീതൻ ലാൻഡ് അവൾ എങ്ങനെയാ അയച്ചത്? അവൾ ഒരു ഞാങ്ങണ കൊണ്ടൊരു പെട്ടിയുണ്ടാക്കി, അതിൽ വെള്ളം കടക്കാതെ വണ്ണം പ്രാർത്ഥന കൊണ്ട് അത് പൊതിഞ്ഞു കെട്ടി, അതിൽ തൻ്റെ കുഞ്ഞിനെ കിടത്തി. ഷീ ഡിഡ് ഹെർ ലെവൽ ബെസ്റ്റ്. അവൾക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്ത് ആ കുഞ്ഞിനെ വിട്ടു. ആ കുഞ്ഞ് എവിടെ എത്തിപ്പെട്ടു? കൊട്ടാരത്തിലെത്തി. കൊട്ടാരത്തിൽ അവൻ വളർത്തപ്പെട്ടു. പക്ഷേ ദൈവത്തിൻ്റെ വഴിയിലല്ലായിരുന്നു അവൻ. അതുകൊണ്ടാണ് മോശ ഒരു സംഘത്തിൻ്റെ 2 പേരുടെ തർക്കം തീരാൻ ചെല്ലുമ്പം മോശ ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയിട്ട് എന്ത് ചെയ്തു? ന്യായത്തീർപ്പ് അവൻ തന്നെ ചെയ്തു. സ്വന്തം ബലത്തിൽ വേരൂന്നി മോശ അവനെ കൊന്നു, കുഴിച്ചു മൂടി, FIR ക്ലോസ് ചെയ്തു. മുൻപോട്ട് മോശ വീണ്ടും നടന്നു. പക്ഷെ ദൈവം മോശയെ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി. എത്ര വർഷം ആടുകളെ മേയ്ക്കാൻ വിട്ടു? 40 വർഷം ആടുകളുടെ ഇടിയും തൊഴിയും കൊള്ളാൻ മോശയെ വിട്ടു. ഒരു പ്രകാശത്തിൽ ദൈവം അവന് പ്രത്യക്ഷനായി. മോശയോട് പറയുന്നൊരു വാചകമുണ്ട്, സ്റ്റോപ്പ് ദെയർ, അൺടൈ യുവർ സാൻഡൽസ്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിൽ നിന്ന് നിന്റെ ചെരുപ്പ് ഊരിക്കളയുക. എന്താ അതിൻ്റെ അർത്ഥമെന്നറിയാവോ? മോശയെ, നീ ഇത്രയും നാൾ നടത്തപ്പെട്ടത്, അവനെ വിളിക്കുമ്പോഴൊക്കെ വിളി കേട്ടതും അങ്ങനെയാ. മോശയെ നീ എവിടെയാ? ഞാൻ കൊട്ടാരത്തിലാ. മോശയെ നീ എവിടെയാ? ഞാൻ ഫറവോന്റെ ശിക്ഷണത്തിലാ. മോശയെ നീ എവിടെയാ? ഞാൻ ആടുകളുടെ മധ്യേയാ. ഇവിടെ പറയുകയാണ്, മോശയെ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുക. എന്താ അതിൻ്റെ അർത്ഥം? ഹിസ് സ്റ്റൈൽ വാസ് ഫറവോസ്, ഹിസ് ലാംഗ്വേജ് വാസ് ഫറവോസ്, ഹിസ് മെത്തേഡ് വാസ് ഫറവോസ്. എല്ലാം ഫറവോയുടെ രീതിയിൽ അഭ്യസിച്ചിരുന്ന മോശയോട് പറയുക, നീ അതുപേക്ഷിക്ക്, ദൈവത്തിൻ്റെ വഴിയിൽ ദൈവ പദ്ധതിക്ക് വിധേയപ്പെട്ട് മുന്നോട്ട് പോകുക. അതുകൊണ്ടാണ് എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞ് കൊന്നു കുഴിച്ചു മൂടിയ മോശ ദൈവം വിളിക്കുമ്പോൾ ദൈവസന്നിധി പറയുന്നൊരു വാചകമുണ്ട്, എന്നെക്കൊണ്ട് ഇത് സാധിക്കത്തില്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാ. അവിടെയാണ് ദൈവബന്ധത്തിലേക്ക് മോശ ഇടിച്ചു കയറുന്നത്. ദൈവം അവനോട് പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. ഇതാ ദൈവബന്ധം. ഒരുവൻ അശക്തനാണെന്ന് ദൈവസന്നിധി പറയുമ്പം ദൈവം അവനെ ശക്തീകരിക്കണം. നമ്മുടെ വിചാരം നമ്മളെ കൊണ്ട് സാധിക്കുമെന്നാ. അവിടെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. മോശയ്ക്ക് ഈ ധാരണ വിട്ടുകളയാതിരിക്കാനായിരിക്കണം മോശയോട് പറഞ്ഞു, നീയാണ്ട് ആ വടി കൂടി എടുത്തോ, ഒന്ന് ആഞ്ഞടിച്ചാൽ ഒടിഞ്ഞു പോകാമായിരുന്ന ഒരു ഉണക്കക്കമ്പും കൂടെ കയ്യിലെടുത്തോ. എന്താ? ഈ നിതാന്ത സാന്നിധ്യത്തെ നീ മറന്നു പോകാതിരിക്കാതെ വണ്ണം, ദൈവം മഹിമപ്പെടണമെന്ന ബോധം നിന്റെ ഉള്ളിലുണ്ടാകേണ്ടതിന് വടിയെടുത്ത് നീ പുറപ്പെടുക. മോശയുടെ ആ യാത്രയാണ് ദൈവബന്ധത്തിൽ വേരൂന്നി ദൈവസഹിതത്തിൽ ദൈവമഹത്വത്തിന് വേണ്ടി പോയത്. അതുകൊണ്ട് മോശ, ഒളിച്ചോടിപ്പോയവനായ മോശ ഫറവോന്റെ മുൻപാകെ നേരെ നിന്നിട്ട് പറഞ്ഞു, ഞാൻ യഹോവയുടെ മനുഷ്യൻ. ഏത് പ്രതിസന്ധിയുടെ മുൻപിലും, ഏത് പ്രശ്നത്തിൻ്റെ മുൻപിലും, ഏത് ശത്രുവിൻ്റെ മുൻപിലും നമുക്കിത് പറയാൻ സാധിക്കണം. നോമ്പതല്ലേ പഠിപ്പിക്കുന്നത്? നീ ദൈവസന്നിധി തല വണക്ക്, നീ കുമ്പിട്, നിനക്ക് പറ്റിപ്പോയ തെറ്റിനെ തിരുത്ത്, ഭക്ഷണമോഹത്തെ നിയന്ത്രിക്ക്, അനുസരണക്കേടിനെ തിരുത്ത്, നഷ്ടപ്പെട്ടു പോയ പർദീസയിലേക്ക് തിരികെ വാ.
തിരികെ വന്നു കഴിയുമ്പം നിനക്ക് കിട്ടുന്ന ശക്തി എന്താ? ശത്രുവിന് നേരെ തോൽക്കാത്ത ആയുധം ധരിച്ച് നിനക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധ്യമാകും. ഇത് ദൈവഭക്തർക്ക് മാത്രം സാധ്യമാകുന്നതാ. മോശയുടെ ഉദാഹരണം കൊണ്ട് തീരുന്നില്ല. ഇസ്രായേലിൻ്റെ മധുരഗായകനായ ഒരു രാജാവുണ്ടല്ലോ, ശക്തനായൊരു രാജാവ്, ദാവീദെന്ന് അവൻ്റെ പേര്. അവൻ പറയുന്നുണ്ട്, there was aberration in David's life through a bathing woman. കുളിക്കുന്ന ഒരു സ്ത്രീ മുഖാന്തരം പാപത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയെന്ന്, ബീറ്റ് മീ, purge me, cleanse me, എന്നെ അലക്കണം, എന്നെ കീറണം, എന്നെ ശുദ്ധീകരിക്കണം. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ മുതൽ പാപിയായ ഒരു മനുഷ്യനാ, നീ എന്നെ ശുദ്ധീകരിക്കണം. ദാവീദ് രാജാവ് ദൈവസന്നിധി പറഞ്ഞു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ അവൻ്റെ നാമം ഉൾപ്പെടുന്നത്. ഇത് ദൈവം ചില ചോദ്യങ്ങൾ യോബിനോട് ചോദിക്കുക. ഞാൻ ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ഒരു ചോദ്യത്തിന് പോലും യോബിന് മറുപടി ഉണ്ടായിരുന്നില്ല. ഒറ്റ ചോദ്യത്തിന് പോലും യോബിന് മറുപടി ചെയ്യാൻ സാധിക്കുകയില്ല. യോബ് പറയുന്നുണ്ട്, നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ ഞാൻ കണ്ടിരിക്കുന്നു. യഥാർത്ഥ ദൈവാനുഭവം യോബിന് സാധ്യമാക്കിയത് ഈ പരിശോധനയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പം യോബിൻ്റെ പുസ്തകം യോബിൻ്റെ ജീവിതത്തിലൂടെ പറഞ്ഞു തരുന്ന സന്ദേശം മറ്റൊന്നുമല്ല. 3 ആശയങ്ങളെ നമുക്കിതിൽ നിന്ന് ഊതിക്കഴിച്ചെടുക്കാം. പരമാധികാരി എൻ്റെ ദൈവം മാത്രമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പരമാധികാരം ആർക്കാ? എനിക്കാണോ? അല്ല, എൻ്റെ ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ടാണല്ലോ ദൈവം പറഞ്ഞു വീട്ടിൽ കയറി ഇരിക്കാൻ പറഞ്ഞപ്പം എല്ലാവരും ഇരുന്നോ. പരമാധികാരി നമ്മുടെ ദൈവമാണ്. സൃഷ്ടിച്ചവനറിയാം, മെനഞ്ഞവനറിയാം ഇതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. 2, ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഹാഗാറിൻ്റെ ജീവിതം പറഞ്ഞത്. നമ്മുടെ ഉദ്ദേശമാണ് എല്ലാം നല്ലതുപോലെ നിറപടിയായി നടക്കണം. പക്ഷെ ദൈവത്തിന് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ഉദ്ദേശം ഉണ്ട്. അതിന് കീഴ്പ്പെടുക മാത്രമാണ്. എൻ്റെ പദ്ധതിയിലൂടെ ദൈവത്തെ നടത്തുന്നതല്ല ആത്മീയത, ദൈവത്തിൻ്റെ പദ്ധതിയിലൂടെ ഞാൻ നടക്കുന്നതാ. നമ്മളൊരു പാട്ട് പാടും, നിൻ്റെ ഹീതം പോലെ എന്നെ വേണ്ട, വെറുതെ നുണ പാടണ്ട. നമ്മുടെ ഉള്ളിലെ ആഗ്രഹം എന്താ? എൻ്റെ ഹിതം പോലെ തന്നെ എന്നെ നടത്തണം. അതല്ല, ദൈവപദ്ധതിക്ക് വിധേയപ്പെടണം. 3, എൻ്റെ ദൈവമേ, എനിക്ക് തരാൻ നിൻ്റെ കയ്യിൽ ഒരു അനുഗ്രഹമുണ്ട്. എൻ്റെ ദൈവമേ, നിനക്ക് തരാൻ, എനിക്ക് തരാനായിട്ട് നിൻ്റെ കയ്യിൽ ഒരു അനുഗ്രഹമുണ്ട്. ഈ 3 ബോധ്യങ്ങൾ നമുക്കുണ്ടായാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏറ്റവും സുഖമുള്ള ജീവിതമായി മാറും, ഏറ്റവും അനുഗ്രഹപ്രദമായ ജീവിതമായി മാറും. പദ്ധതിയുള്ളവന്, എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു ലക്ഷ്യമുള്ളവന് എനിക്ക് തരാൻ ഒരു അനുഗ്രഹവും കരുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യോബിൻ്റെ പുസ്തകം വളരെ അനുഗ്രഹപ്രദമായിട്ടാണ് സംഗ്രഹിക്കുന്നത്. യോബിന് ഞാൻ പറഞ്ഞു ചോദ്യം ചോദിക്കുമെന്ന്, എല്ലാം ഇരട്ടിയായിട്ട് ദൈവം കൊടുത്തു. 7000 ആടുണ്ടായിരുന്ന യോബിന് എത്ര ആടിനെ കൊടുത്തു? ഈ തൃശ്ശൂർ കുന്നംകുളംകാരൊക്കെ കണക്ക് പറയാൻ മിടുക്കരാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 7000 ഉണ്ടായിരുന്നവർക്ക് എത്ര കൊടുത്തു?
പൊട്ടന്മാരാണോ? അത്രയാ? തിരുമേനി ഇരിക്കുന്നുകൊണ്ടാണ്. 14,000. 3,000 ഒട്ടകം ഉണ്ടായിരുന്നവന് 6,000. കണക്കൊക്കെ അറിയാം, വരുന്നുണ്ട് പുറത്തോട്ട്. 1,000 കാള ഉണ്ടായിരുന്നവന് 2,000. 500 പെൺകഴുതി ഉണ്ടായിരുന്നവന്. ഈ 3 ബോധ്യങ്ങൾ നമ്മെ വഴി നടത്തണം. ഒരു കഥ കൂടെ പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അധിക പ്രസംഗം അവസാനിപ്പിക്കട്ടെ. ഒരിക്കൽ ഒരു സ്ഥലത്തൊരു കെട്ടിടത്തിന് തീ പിടിച്ചു. നാട്ടുകാരെല്ലാം കൂടെ ഫയർഫോഴ്സിനെ വിളിച്ചു. വളരെ വേഗത്തിൽ ഫയർഫോഴ്സിൻ്റെ വണ്ടി ഓടിപ്പാഞ്ഞ് തീ പിടിച്ച കെട്ടിടത്തിനകത്തേക്ക് ഇടിച്ചു കയറി. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് തീ ഒരു വിധത്തിലൊക്കെ അണച്ചു. നാട്ടുകാരെല്ലാം വല്ലാതെ ഭയപ്പെട്ട് നിൽക്കുക. അവരോർത്ത് ഇത്രയും ധൈര്യശാലികളായ ഈ മനുഷ്യർ, പ്രത്യേകിച്ച് ആ ഡ്രൈവർക്ക് നമുക്കൊരു സമ്മാനം കൊടുക്കണം. അവിടുത്തെ പൗരാവലി എല്ലാം കൂടെ തീരുമാനിച്ചു, ഡ്രൈവർക്ക് 1,00,000 രൂപ നമുക്ക് പാരിതോഷികം കൊടുക്കണം, ഈ തീ വകവെക്കാതെ ഇടിച്ചതിനകത്തോട്ട് കയറ്റിയത്. അങ്ങനെ വേദിയൊക്കെ വിളിച്ചു, ദേശത്തെ പ്രമുഖന്മാരെയൊക്കെ വിളിച്ചിട്ട് ഈ 1,00,000 രൂപ കൊടുക്കാൻ പോവാ. ഡ്രൈവർക്ക് ഈ 1,00,000 രൂപ കൊടുത്തിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിച്ചു, ഈ പൈസ കൊണ്ട് താൻ എന്തോ ചെയ്യാൻ പോവുക? ഡ്രൈവർ പറഞ്ഞു, ഞാൻ ആദ്യം ആ വണ്ടിക്ക് ഒരു ബ്രേക്ക് മേടിച്ച് വെക്കാൻ പോവാന്ന്. 30 വർഷമായിട്ട് കേൾക്കുക. എന്ത് മാറ്റമുണ്ടായി? പറഞ്ഞ ഞാനും കേട്ട നിങ്ങളും ജീവിതം കൊണ്ട് ഇത് പൂർത്തീകരിക്കണം. മദർ തെരേസയുടെ പിൻഗാമിയായി വന്ന സിസ്റ്റർ നിർമ്മല മരിച്ചപ്പം മലയാള മനോരമയിൽ ഒരു ക്യാപ്ഷൻ വന്നു, പേരിന് ജീവിതം കൊണ്ട് സാക്ഷ്യം. പേരിന് ജീവിതം കൊണ്ടൊരു സാക്ഷ്യം. നമ്മളെ തന്നെ ഈ ധ്യാനപ്രസംഗവും കൺവെൻഷനും ഒക്കെ അതിനാ നമ്മുടെ മുൻപിൽ ഒരു കണ്ണാടി വയ്ക്കുക. ഞാൻ വന്ന് നിങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് പോകുകയല്ല, മറിച്ച് ദൈവസന്നിധി നമ്മളിരുന്ന് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുകയും തെറ്റുകളെ തിരുത്തി ശോഭയോടും വിശുദ്ധിയോടും ദൈവബന്ധത്തിൽ ഉറ്റിരിപ്പാൻ വളരുവാൻ നമ്മെ ഇടയാക്കുകയും ചെയ്യണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.